മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് മറ്റന്യ ഭാഷാ ചിത്രങ്ങളിലേക്ക് പോകാറുണ്ട്? ഏറ്റവും നല്ല സിനിമകൾ വരുന്നത് ഇപ്പൊ മലയാളത്തിൽ നല്ലേ. അപ്പൊ ഇവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത്. നമ്മൾ മികച്ച സിനിമകൾ തേടിയാണ് ഓരോരുത്തരും ഓരോ ഭാഷകളിലേക്ക് പോകുന്നത്. മികച്ച ക്യാരക്ടേഴ്സ് ചെയ്യാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സും എനിക്ക് വരുന്നത് മലയാളത്തിൽ നിന്നാണ്. പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുടെ ഒരു സുഖം അഭിനയിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മലയാളം തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഒരു അത്രയും ഗംഭീരമായ ഓഫറൊന്നും എനിക്ക് വേറൊരു ഭാഷയൊന്നും വന്നിട്ടില്ല. വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറ്റി പറയും. ഞാൻ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ ആർട്ടിസ്റ്റിക് കൊമേഴ്ഷ്യൽ എന്നൊന്നുമില്ല. എനിക്ക് കേൾക്കുമ്പോൾ നരേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സിനിമകളാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അത് ഏത് കാറ്റഗറിയിലാണെന്നോ ജോണറാണെന്നോ ഞാൻ നോക്കാറില്ല. പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് മാസമായിട്ടുള്ള തിയേറ്റർ എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലുള്ള ചില സൂപ്പർ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലാതെ സിനിമയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ്. അത് ഏത് രീതിയിലാണെങ്കിലും സിനിമയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണെന്ന് പറയുന്നത് ഇഷ്ടമല്ല എന്നത് പോസ്റ്റർ കയറുന്നത്. ആ ഒരു രീതി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനല്ല എന്ന് ഉറപ്പിക്കാൻ ആസിഫിന് പറയാൻ, ഒറ്റയ്ക്ക് തന്നെ വന്നവരാണെന്ന് നമുക്കറിയാം. ഒറ്റയ്ക്ക് ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല. സിനിമ എന്നൊരു സ്വപ്നമായിട്ട് കൊച്ചിയിലേക്ക് വന്ന ഒരു ചാനലിൽ കയറി അങ്ങനെ സിനിമയിലേക്ക് വന്നതാണ്. ആ ഒരു ടാഗ് ലൈൻ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്കൊരു ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഓൺലൈൻ മീഡിയ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ സിനിമകൾ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ തന്ന ശ്യാം സർ, എൻ്റെ സിബി സർ, അപ്പൊ അങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ചവർ, അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരില്ലേ ലൈഫിൽ. അപ്പൊ ഒരിക്കലും അത് ഈ നിന്ന് ഞാൻ നിൽക്കുന്ന ഒരു അല്ലെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് മാത്രമാണ്, അല്ലാതെ ഞാൻ വേറെ ഒരു രീതിയിൽ അത് വളച്ചൊടിച്ചതല്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, നല്ലൊരു സംവിധായകൻ വേണം, നല്ലൊരു നിർമ്മാതാവ് വേണം. സിനിമ വിജയിച്ചു കഴിഞ്ഞിട്ട് അത് ഞാൻ കാരണമാണ് ആ സിനിമ വിജയിച്ചതെന്ന് പറയുന്നതിൻ്റെ അത് എന്തർത്ഥമാണുള്ളത്? അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണെന്ന് ചോദിച്ചപ്പോൾ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അവിടെ വരുമ്പോ നാട്ടിൽ നിന്ന് വന്ന ഒരു പരിചയക്കാരനെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊന്നും അങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഗൾഫുകാരന്റെ ആഡംബര ജീവിതം നയിക്കുന്നവരൊന്നും അല്ല. അവരും ഇവിടെ സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാൾ മുകളിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം തുടർച്ചയായി മോശം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന അതേ വികാരത്തോടെ ജീവിതത്തെ കാണുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ റെഫറൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റിൽ ആമീറിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആമീറിന്റെ ഓരോ ഇമോഷൻസും, ആമീറിന്റെ ഓരോ പ്രശ്നങ്ങളും, ആമീറിന്റെ പൈസയ്ക്കുള്ള അത്യാവശ്യവും, ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനുമായ തമർ തന്ന റെഫറൻസ് തന്നെയാണ്. അപ്പോൾ തമറിനെ അറിയാവുന്നവരും അല്ലെങ്കിൽ തമർ അനുഭവിച്ചിട്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ ഈ അമീറിന്റെ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ റെഫറൻസും ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊന്നും കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗ് കാണാൻ ആളുകൾ വരുന്നത് ഇപ്പോ UAE ഷൂട്ട് ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ സ്ഥിരമായി ഷൂട്ടിംഗ് കാണുന്നതും നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷെ ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ, പ്രത്യേകിച്ച് ഗൾഫിൽ ഷൂട്ട് ചെയ്യും, UAE ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രവാസികൾ, ഒരുപാട് മലയാളികളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവർക്ക് ഒരു നടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു സ്നേഹവും അടുപ്പവും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ നൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് എടുക്കോളം ആ ഷൂട്ടിംഗ് കാണാൻ നിന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിന്നത്. പല സമയത്തും ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു എനിക്ക് ഇവിടുത്തെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് UAE ഷൂട്ട് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് എപ്പോഴും ദുബായിനെ പറ്റിയും യുഎനെ പറ്റിയും പറയുമ്പോൾ ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് യുഎയിൽ. അപ്പൊ ആ തണുപ്പത്താണ് ഷൂട്ട് ചെയ്തത്. അത് വെളുപ്പിന് ഒരു 2:30-3 മണി സമയത്താണ് ആ പെർട്ടിക്കുലർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു 12 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്തത്. നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും കിട്ടുന്ന ഏതെങ്കിലും ചൂട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനുകളും എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ എടുത്തിട്ട് ഫോട്ടോ ആണ്, അല്ലാതെ ഞാൻ മാത്രമല്ല അവിടെ അങ്ങനെ കിടന്നത്. പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ 12 നില നടന്ന് താഴെ ഇറങ്ങി കാരവനിൽ പോയി ഇരുന്നിട്ട് ഷോട്ടിന് വിളിക്കുമ്പോൾ ഈ 12 നില വീണ്ടും നടന്ന് മേളിൽ കയറി വരുന്നത് എനിക്കും ഈ ഫുൾ ക്രൂവിനും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങള് കണ്ട ഒരു ടെമ്പററി ഷെൽട്ടറാണ് അത്. അപ്പൊ അത് ഭയങ്കര കാര്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെല്ലാ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതൊക്കെ. പറ്റി പറയുന്ന സീനാണ് നമ്മള്. ഞാൻ എപ്പോഴും എന്റെ സംവിധായകരോട് പറയും, എനിക്ക് ഏതെങ്കിലും സീൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നെ പേടിപ്പിക്കരുത് പറയും. അപ്പൊ നമ്മൾ ഈ സീക്വൻസ് എടുക്കുന്നതിന്റെ തലേന്ന് വന്നിട്ട് നമ്മള് അധികം നാളെയാണ് കേട്ടോ മറ്റേ സീൻ എടുക്കുന്നത് എന്ന് പറയാം. അപ്പൊ ഞാൻ അതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒന്ന് പേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ എടുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ എന്നിട്ട് അവിടെ പോയി അത് ഒരു ഈവനിങ് ലൈറ്റിലാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് നമ്മൾ യൂഷ്വലി സീൻസ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ട്രാവൽ ചെയ്ത് പോകണം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാനൊന്ന് പാനിക്കായി അല്ലെ. പാനിക്കായിട്ട് ഞങ്ങൾ അന്ന് ആ സീൻ ഷൂട്ട് ചെയ്യാതെ തിരിച്ചു വന്നു. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അപ്പൊ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. തമറിന് ആ സീൻ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. എവിടെ ഭയങ്കര കണക്ഷൻ തമറിനുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് നരേഷൻ മുതലുണ്ട്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ ആയിരിക്കണം. അത് ആ സിനിമയിലും ആ സ്ക്രീൻ പ്ലേയിലും ആ പോർഷൻ ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ബേസിക്കലി ആമിറിന്റെ ക്യാരക്ടർ രജിസ്റ്റർ ആവുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിരുന്നു. അത് ചെയ്തതും വളരെ ജെനുവിൻ ആയിട്ട് തന്നെയായിരുന്നു. അപ്പൊ അത് പെർഫോം ചെയ്യുന്ന സമയത്ത് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. സ്വാതിയുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഫീഡ്ബാക്ക് അതായിരുന്നു. നമ്മളൊരു ആക്ടറിന്റെ കൂടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടണം എന്നുള്ളത്. നമ്മൾ റിഹേഴ്സൽ ചെയ്തതും പ്ലാൻ ചെയ്തതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിരുന്നു. ടേക്കിന്റെ ടൈമിലും ഉണ്ടായിരുന്ന പെർഫോമൻസും അതിന് കിട്ടിയ റിയാക്ഷനും. സ്വാതി ഒരു മിനിറ്റ് എന്നെ തന്നെ നോക്കി നിന്നു. അപ്പൊ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. അതാണ് ആ സീൻ ശരിക്കും അത്രയും ഭംഗിയായത്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ ആളുകൾ പ്രേക്ഷകർ എത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ചില സിനിമയ്ക്ക് വേണ്ടത്ര പോലെ നമുക്ക് ആളുകൾ എത്താതെ വരും. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഷമം ഉണ്ടാവും. ഈ സിനിമ മൊത്തം ഇമോഷൻ ടച്ചിൽ പോകുന്നു. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രേക്ഷകരുടെ മനസ്സിനെങ്ങനെ കണ്ടുപിടിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് സിനിമ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന് യാതൊരു സംശയമില്ല. ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അത് ഇഷ്ടപ്പെട്ട ഒത്തിരി ആളുകളുണ്ട് ആ സിനിമ. പക്ഷെ ആളുകളിലേക്ക് അങ്ങനെ എത്തുന്നില്ലേ എന്നൊരു സംശയം എനിക്ക് സ്വയം തോന്നിയതാണ്. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സിനിമ ഇപ്പൊ പേഴ്സണലി ഞാനാണെങ്കിലും സിനിമ കാണാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സീസണിൽ ഒരു മാസ് എന്റർടൈനർ, ഒരു തിയേറ്റർ എന്റർടൈൻമെന്റ് സിനിമ കാണാനായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ഇപ്പോ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അതാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഭയങ്കര ട്രെമൻഡസ് ആയ ഒരു ചേഞ്ച് മൊത്തത്തിൽ തിയേറ്ററിലും ടിക്കറ്റ് ബുക്കിങ്ങിനും ഒക്കെ വന്നിട്ടുണ്ട്. ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള പെയ്ഡ് പ്രൊമോഷൻസോ ഇല്ലാതെ തന്നെ ഈ സിനിമയെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കണ്ടവർ ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് എന്റെ കരിയറിൽ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സിനിമകളെല്ലാം വിജയിച്ചത് ഈ പോസിറ്റീവായിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്. ഫാമിലീസ് ഏറ്റെടുക്കുമ്പോഴാണ്. അപ്പൊ തീർച്ചയായിട്ടും തുടരും പോലെ ഒരു സിനിമ കാണാൻ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ആദ്യത്തെ 3 ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടാതിരുന്ന ഒരു സിനിമയാണ് തുടരും. അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് നമ്മൾ വെക്കേഷനിൽ പ്രിഫർ ചെയ്യുക. അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് ഉറപ്പായിട്ടും സർക്കിട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്നും ഒക്കെ ആയപ്പോ നമ്മള് ഇപ്പൊ ഇന്ന് വനിതാ വിരുന്നിൽ പോയി ഇവിടെ ഫോറം മോളിൽ പോകുന്നു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാമിലിയാണ്. ഫാമിലി വരുമ്പോ എല്ലാവരും ഒരുമിച്ച് വരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മക്കളുള്ളവര്, മക്കളെ വളർത്തി
വളർത്തിയിട്ടുള്ളവര് അവരൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിന് ഒരു സമയം കൊടുക്കണം ഈ സിനിമയ്ക്ക് ആളുകൾക്ക് വന്ന് കാണാനുള്ളത്. അപ്പൊ എനിക്കത് ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നുന്നു. ആ സമയം കൊടുക്കാൻ തിയേറ്ററുകാരോട് സഹായിക്കണം. തീർച്ചയായിട്ടും തിയേറ്റർ നമ്മുടെ മലയാളത്തില് തിയേറ്റേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് അടിപൊളിയാണ്. കാര്യം അവർക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഷോ കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഒരു സിനിമ കയറി വരുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള എല്ലാ സിനിമയ്ക്കും തിയേറ്ററുകാർ സമയം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം പല സിനിമകളും ഇപ്പൊ കിഷ്കിന്ധകാണ്ഡം ആദ്യത്തെ 3 ദിവസം ആദ്യത്തെ 2 ദിവസം വളരെ ആവറേജ് ആയിട്ട് പോയി. ആ സമയത്തൊക്കെ എന്നെ വിളിച്ച തിയേറ്റർ ഓണേഴ്സ് എല്ലാവരും പറഞ്ഞത് ആസിഫ് നോക്കും ഈ സിനിമ കയറി വരും. ആ ഒരു ഫീഡ്ബാക്ക് തന്നെ എനിക്കിപ്പോ ആ ഒരു കോൺഫിഡൻസ് എല്ലാ തിയേറ്റേഴ്സും തരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട് ഈ സിനിമ കയറി വരിക തന്നെ ചെയ്യും.